കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ വ്യാപകമായി പലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ടായി. റാഫി കരീം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. റാഫി, ഗുഡ് മോർണിംഗ്. റാഫി, ഇപ്പോഴും വെള്ളക്കെട്ട് ഒഴിഞ്ഞു തുടങ്ങിയോ? ഇപ്പോൾ എങ്ങനെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മഴയുണ്ടോ? SKN മഴയ്ക്ക് ശമനമുണ്ട്. രാത്രി പെയ്ത മഴയിലാണ് എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. എറണാകുളം നഗരത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം, ഒപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ മേഖലയിലായിരുന്നു വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡിൽ വലിയ അളവിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഏകദേശം റോഡിൽ നിന്ന് 2 അടിയോളം ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിൽ കടകളിലേക്ക് ചെറിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തും കടകളിലേക്ക് വെള്ളം കയറുന്ന തരത്തിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ജില്ലയിൽ ഇന്നലെ രാത്രിയിൽ വളരെ ശക്തമായ മഴയാണ് നഗരമേഖലയിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും പെയ്തത്. ഈ മഴയിലാണ് വ്യാപകമായി ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മലയോര മേഖലയിൽ ജില്ലയിൽ കോതമംഗലം, ഒപ്പം തന്നെ പെരുമ്പാവൂർ, അങ്കമാലി ഈ മേഖലയിലാണ് ശക്തമായ മഴ പെയ്തത്. ഈ മേഖലയിൽ ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഉടനെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നഗരമേഖലയിൽ ശക്തമായ മഴ പുലർച്ചയോടെയാണ് ആരംഭിച്ചത്. 3 മണിക്കൂർ സമയം നീണ്ടുനിന്ന ശക്തമായ മഴയിലാണ് നഗരമേഖലയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഈ ഭാഗങ്ങളിലെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കുന്നത്. ഇതിൽ എറണാകുളം സൗത്ത് ഭാഗങ്ങളിലായിരുന്നു വെള്ളക്കെട്ട് അതീവ രൂക്ഷമായിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കല്ലൂര്, ഒപ്പം ഇടപ്പള്ളി, കളമശ്ശേരി ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. മഴ ശമിച്ച് ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഈ വെള്ളം പൂർണ്ണമായും ഈ ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇവിടെ ഈ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന കടകളിലേക്കാണ് ചെറിയ തോതിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.